വിഷൻ 2030. വേറെ ഒന്നും പറയില്ല, പായസം പൊളി. തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു 9 5 സ്റ്റാർ ഹോട്ടലിലായിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ പരിപാടി കിടക്കുന്നത്. നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയായ എൻ ഫോക്കസ് ആണ് അത് എടുത്തിരിക്കുന്നത്. നമ്മുടെ സിഎമ്മിന്റെ പുതിയ പ്രോജക്റ്റായ വിഷൻ 2031 ആണ് കേട്ടോ ഇന്ന് നമ്മളത്തെ മിഷൻ. ക്യാമറ, ലൈവ് സ്ട്രീമിംഗ്, സ്വിച്ചിങ്, സ്പോട്ട് എഡിറ്റിംഗ് ഇതെല്ലാം നമ്മൾ ഒരു വേദിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും കാരണം ഈ മനുഷ്യനാണ് കേട്ടോ, സുഭാഷ് ഏട്ടൻ, നമ്മളെ എൻ ഫോക്കസിന്റെ ബാക്ക് ബോർഡ്. സതീഷ് ഏട്ടന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, വർക്കിന്റെ ടെൻഷനാണ് ഇന്നും. എനിക്കിന്ന് വർക്ക് ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്ന ഹോട്ടൽ വിവന്തയാണ് കേട്ടോ നമ്മളെ പാളയത്തുള്ള. ചെന്നുടഞ്ഞ ഒരു ചൂട് ചായം കുടിച്ച് ക്യാമറ സെറ്റ് ചെയ്ത് പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓരോ ഹോട്ടലിലും കേരളത്തിലെ ഓരോ ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള കോൺക്ലേവ് ആണ് കേട്ടോ നടക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കിനുള്ള സമയമായി. ലഞ്ചിന് ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും എനിക്ക് ഫേവറേറ്റ് മീൻകറിയാണ് കേട്ടോ. ചോറിന്റെ കൂടെ 5-6 കഷ്ണം മീനും എടുത്ത് വെച്ച് ഒരു വെയിറ്റിന് വേണ്ടി സൈഡിൽ ഒരു ചിക്കൻ പീസും എടുത്ത് വെച്ച് അങ്ങനെ ചോറിന്റെ കൂടെ ഉള്ള മൽപ്പിടുത്തം കഴിഞ്ഞിട്ട് നേരെ പോയി എടുത്ത ചപ്പാത്തിയാണ്. ചപ്പാത്തിയിലൂടെ മീനും കൂട്ടി ഒരു പിടിയും പിടിച്ച് പ്ലേറ്റും ക്ലീൻ ചെയ്ത് ഞാൻ മേശപ്പുറത്തെടുത്ത് വെച്ച്. ഇനി അപ്പത്തി മധുരം കഴിക്കാലോ എന്ന് ആലോചിച്ച് ആദ്യം പോയത് ഡെസേർട്ടും ഐസ്ക്രീം ഇരിക്കുന്ന സ്ഥലത്തോട്ടാണ്. ഒരു ഗ്ലാസ് ബ്രഹ്മസല്ലി പായസവും 2 പീസ് കേക്കും 1 സ്കൂപ്പ് ഐസ്ക്രീം എടുത്ത് നേരെ വീണ്ടും മേശപ്പുറത്തോട്ട്. പായസത്തിൽ നിന്ന് തുടങ്ങാന്ന് വിചാരിച്ച് 1 സ്പൂൺ പായസം എടുത്തങ്ങ് ഞാൻ കുടിച്ചു. വേറെ ഒന്നും പറയില്ല, പായസം പൊളി. അടുത്ത എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേക്കും ഐസ്ക്രീമും ആണ് കേട്ടോ. കേക്കിനും ഐസ്ക്രീമിനും പണ്ടേ ഒരു ആത്മബന്ധം ഉണ്ടായതുകൊണ്ട് ഐസ്ക്രീമും കൂട്ടി ഒരു പിടിയങ്ങ് പിടിച്ചു. എല്ലാം കൂട്ടി ഒരു പിടിയും പിടിച്ച് മത്തും പിടിച്ച് ഇനി വർക്കിന് കയറുമ്പോ ഉറങ്ങുമെന്ന് ആലോചിക്കുമ്പോഴാണ് ആ മത്തൊരു ടിഷ്യൂല് തുടച്ചു കളഞ്ഞിട്ട് അടുത്ത വർക്കിലോട്ട്. അപ്പൊ കുറച്ച് കാര്യം, കുറച്ച് സമയം. ബൈ.